ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT അല്ലെങ്കിൽ SCERT ക്ലാസ് +1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിനകത്ത് മാറ്റർ എന്താണ്, ഹോമോജീനിയസ് മിക്സർ എന്ത്, ഹെട്രോജീനിയസ് മിക്സർ എന്ത്, എലമെന്റ് എന്ത്, കോമ്പൗണ്ട് എന്ത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, റൗണ്ട് ഓഫ്സ്, അതിനുശേഷം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും കണ്ടു. നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കത് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ബാക്കി കാണാനായിട്ട് ശ്രമിക്കാം. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്തെ മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഏതൊരു ലോ പഠിക്കുമ്പോഴും ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ആ ലോ പ്രൊപ്പോസ് ചെയ്ത ആരാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് സർ ജോൺ ഡാൾട്ടൺ ആണ്. സർ ജോൺ ഡാൾട്ടൺ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ലോ ടു ദ ഫീൽഡ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇഫ് 2 എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, അതായത് രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ദാറ്റ് മീൻ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ കോമ്പൗണ്ട് എ, കോമ്പൗണ്ട് 1 ആൻഡ് കോമ്പൗണ്ട് 2. അതായത് കോമ്പൗണ്ട് 1ഉം കോമ്പൗണ്ട് 2ഉം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ദ മാസസ് ഓഫ് ദ വൺ എലമെന്റ് that combine with the fixed mass of the other element are in a simple whole number ratio. For example, if you take an example, hydrogen combines with oxygen to give water. Okay, if you try to balance it, you can take hydrogen plus half O2 giving H2O. So if you take the masses, 1 hydrogen is 1 gram, the 2 hydrogen can be given as 2 grams. 2 gram of hydrogen combines with the 16 gram, because 1 oxygen molecule means 32, half of it will become 16 gram, will give you 18 gram. The second reaction can be hydrogen combines with the oxygen to give hydrogen peroxide, that is 2 gram of hydrogen combines with the 32 gram of oxygen. Here what is it? If 2 elements combines to form more than 1 compound, ഇത് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾ ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ വാട്ടറും ഉണ്ടായി, ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ട്. വി ആർ ഗെറ്റിംഗ് 2 കോമ്പൗണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ the mass of the one element is same in the both the reaction. The mass of the one element is same in the both the reaction. The mass of the one element that combines with the mass of the one element that combines with the fixed mass of the other element. So if the fixed mass is hydrogen mass. So the mass of the one element means oxygen mass. The mass of the one element that combines with the fixed mass of the other element will be in a simple whole number ratio. For example, here the mass of the hydrogen remains constant. So if you consider the ratio of masses of the oxygen means it will be 16:32. That is nothing but 1:2. So okay, when 2 elements combines to form more than 1 compound, രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് more than 1 compound ഫോം ചെയ്യുവാണെങ്കിൽ the masses of the one element that combines with the fixed mass of the other element, അതായത് ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്, അപ്പം അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസുകൾ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് നമുക്ക് വേറെ എക്സാമ്പിളോട് കൂടി നോക്കാം. അപ്പൊ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം, നമുക്ക് ഒരേ എലമെന്റുകളിൽ നിന്ന് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ വിൽ ഗീവ് യു കാർബൺ ഡയോക്സൈഡ്. Carbon combines with the half oxygen will give you carbon monoxide. Always you need to write the balanced equation. Carbon is 12 gram, oxygen is 32 gram, carbon dioxide is 44 gram. Here carbon is 12 gram, oxygen is 16 gram. So if you now we can say that the masses of the one element, the masses of the oxygen that combines with the fixed gram of the carbon are in a simple whole number ratio. What is the ratio is getting? It is coming 32:16, that is equal to 2:1. So you will be getting a simple whole number ratio. ഇതിനെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അടുത്ത ലോ എന്ന് പറയുന്നത് ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous volumes. Gay-Lussac's law of gaseous volumes. Okay.
So what is this Gay-Lussac's law? Now, when gases combine or produced in a chemical reaction, they do so in a simple ratio by the volume provided by all gases at same temperature and pressure. അതായത് എല്ലാ ഗ്യാസുകളും ഒരേ ടെമ്പറേച്ചറിലും when the gases are at the conditions of same temperature and pressure, സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലിരിക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കമ്പൈൻ ചെയ്യുന്നോ ഗ്യാസുകളുടെ വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് when gases combine ഒന്നെങ്കിൽ ഗ്യാസുകൾ കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ are produced in a chemical reaction, they do so in a simple ratio by volume provided all gases are at same temperature and pressure. We know that according to Boyle's law, the volume is inversely proportional to pressure. According to Charles' law, volume is directly proportional to temperature and pressure. According to Avogadro's law, the volume is directly proportional to number of particles if temperature and pressure remains constant. അപ്പോൾ ഇവിടെ നമ്മൾ ഒരേ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എടുത്താൽ ഇഫ് യു ആർ ടേക്കിംഗ് ഹൈഡ്രജൻ combines with the oxygen will give you water. So balanced is half is 2. Assume that this is 1 liter. This is 1 liter. See, we said that volume എന്ന് പറയുന്നത് number of particle directly proportional ആണ്. അപ്പോൾ ഒരേ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ വോളിയം കൂടണം, പാർട്ടിക്കിളിന്റെ എണ്ണം കൂടണം. അതായത് 1 മോള് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇവിടുത്തെ കേസിനകത്ത് ഇത്രയും ഹൈഡ്രജന്റെ അളവ് 1 ലിറ്റർ ആണെങ്കിൽ 1/2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം നേരെ പകുതിയാണ്. അപ്പൊ ഇത് എത്ര വരും? ഇത് 50 ഇതെന്ന് പറയുന്നത് 500 ml ആയിരിക്കും. കറക്റ്റ്. അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് 1 മോൾ സിസ്റ്റം ഓഫ് വാട്ടർ ഫോം ചെയ്തു. അല്ലെങ്കിൽ ഒരു ഹൈഡ്രജനിൽ നിന്ന് പകുതി ഓക്സിജൻ കമ്പൈൻ ചെയ്ത ഒരു വാട്ടർ, എങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വാട്ടറിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഹൈഡ്രജന്റെ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ എണ്ണത്തിന് തുല്യമായിരിക്കും. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഹൈഡ്രജന്റെ വോളിയം 1 ലിറ്റർ ആണെങ്കിൽ വാട്ടറിന്റെ വോളിയം 1 ലിറ്റർ ആയിരിക്കും. ക്ലിയർ? ഫൈൻ. നമ്മളപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്യുന്നതിന്റെ റേഷ്യോ നോക്കിക്കേ. കമ്പൈൻ ചെയ്ത റേഷ്യോ നോക്കുമ്പോൾ ദിസ് ഈസ് 1000, ദാറ്റ് ഈസ് 1000 ml ഈസ് ടു 500. That is 500. That is nothing but equal to 2:1. See, when gases combined or produced in a chemical reaction, ഒരു chemical reactionൽ ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്താൽ they will be in a simple whole number ratio by their volumes if they are at the same conditions of temperature and pressure. അതായത് ഒരേ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ ബൈ their വോളിയംസ് ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഇവിടെ പഠിക്കേണ്ടെങ്കിൽ പോലും ബോയിൽസ് ലോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചറും നമ്പർ ഓഫ് പാർട്ടിക്കിളും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്. കാരണം പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരും. അപ്പൊ എന്ത് സംഭവിക്കും? വോളിയം എന്ന് പറയുന്നത് കുറയും. ചാൾസ് ലോയിൽ എന്താ പറയുന്നത് വെച്ചാൽ പ്രഷറും നമ്പർ ഓഫ് പാർട്ടിക്കിളും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവോഗാഡ്രോസ് ലോയിൽ പറയുന്നത് പ്രഷറും വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗെയ്ലുസ്ലാക്സ് ലോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെന്നാണ്. അതായത് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിളിന് ഈക്വൽ ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം 100 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിന്റെ വോളിയം എന്ത് തന്നെയാണോ അതിന്റെ നേരെ പകുതിയായിരിക്കും 50 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിന്റെ വോളിയം, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും 200 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഗെയ്ലുസ്ലാക്സ് ലോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേ ഐഡിയ തന്നെ വെച്ചിട്ട് വരുന്ന മറ്റൊരു ലോയാണ് അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അവോഗാഡ്രോസ് ലോ. വാട്ട് ഈസ് അവോഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ when the gases are at all the gases at same conditions of temperature and pressure,
will be containing equal number of molecules. That means equal volumes of all gases at same conditions of temperature and pressure should contain equal number of molecules. Should contain equal number of molecules. Should contain equal number of molecules. So, then നമുക്ക് വേറെ രീതിയിൽ പറയാം. The volume of gas at same conditions of temperature and pressure contain നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. At the same conditions of temperature and pressure, the volume of gas is directly proportional to the number of particles. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതും നത്തിങ് ബട്ട് എന്താണ്, വോളിയം സെയിം ആയിരിക്കുമ്പോൾ വോളിയം എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ വോളിയം സെയിം ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ എണ്ണവും സെയിം തന്നെയായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് അവോഗാഡ്രോസ് ലോ. സോ ഇത്രയും ലോകളാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ അകത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൺ അറ്റോമിക് തിയറിക്കകത്ത് നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 2 to 3 കീ പോയിന്റുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് ആവശ്യം. ഡാൾട്ടൺ അറ്റോമിക് തിയറി ഇത്രയും റെസ്പെക്റ്റീവ് ആയിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ട തിയറികളിൽ ഏറ്റവും എന്താ പറയുക ആക്യുറേറ്റ് അല്ലെങ്കിൽ അന്ന് അവൈലബിൾ ആയിരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു തിയറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഡാൾട്ടൺ അറ്റോമിക് തിയറിയിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ഇൻഡിവിസിബിൾ ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റത്തെ പിന്നീട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആറ്ററിലുള്ളത് ഇൻഡിവിസിബിൾ ആറ്റമാണ്, ആറ്റത്തെ പിന്നീട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എലമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടപ്പം എലമെന്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസിൽ നിന്നാണ്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ഓൾ ദി ആറ്റംസ് ഓഫ് ദിസ് ഗിവൺ എലമെന്റ്, ഒരു എലമെന്റിന്റെ ആറ്റങ്ങളെല്ലാം സെയിം ആണ്. അപ്പൊ ആറ്റങ്ങളെല്ലാം സെയിം ആണ് എങ്കിൽ അവയുടെ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ദ ആറ്റംസ് വിൽ ബി ഹാവിംഗ് ദ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. That means all the atoms in a given element will be having identical properties including mass, identical property. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ബട്ട് അന്നേരം അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്ത് ഐസോട്ടോപ്പിക് കോൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത് തെറ്റാവും. ദെൻ ഫോർ എക്സാമ്പിൾ ആറ്റംസ് ഓഫ് ദ ഡിഫറെന്റ് എലമെന്റുകൾ എടുത്താൽ എന്ത് സംഭവിക്കും, ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ എലമെന്റ് എടുത്തു, അതിനകത്തെല്ലാം ഉള്ളത് കാർബൺ ആറ്റമാണ്. അതിനകത്ത് കാർബൺ ആറ്റങ്ങളുടെ എല്ലാം പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, അതിന്റെ മാസ് സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് ഡാൾട്ടൺ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ ആറ്റം ഓക്സിജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിന്റെ പ്രോപ്പർട്ടികൾ ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ഡാൾട്ടൺ പറഞ്ഞ തിയറി. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞ പോസ്റ്റുലേറ്റ് അങ്ങനെയാണ്. ദെൻ അദ്ദേഹം പറഞ്ഞു ദ കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. കോമ്പൗണ്ടുകൾ ഫോം ചെയ്തിരിക്കുന്നത്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ഫ്രം ആറ്റംസ്. They are atoms of the different element combined in a fixed ratio. അതായത് ഡിഫറെന്റ് എലമെന്റുകളുടെ ആറ്റങ്ങൾ ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നു എങ്ങനെ, ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ. ആറ്റങ്ങൾ ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത പോയിന്റ്. Then he said, in the case of a chemical reaction is nothing but reorganization of atom. അതായത് ഓൾറെഡി ഒരു സിസ്റ്റത്തിനകത്ത് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ആ അറേഞ്ച്മെന്റ് റീഓർഗനൈസ് ചെയ്യുന്നതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നമ്മൾ അവർ പറയുന്നത് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ കൂടി ചേർന്നാണ്. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിനകത്തുള്ള ആറ്റങ്ങളെല്ലാം ഐഡന്റിക്കൽ ആണ്, അതുകൊണ്ട് തന്നെ അവയുടെ പ്രോപ്പർട്ടീസും ഐഡന്റിക്കൽ ആയിരിക്കും. കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് ആറ്റങ്ങൾ ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ്. ആറ്റംസ് ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആറ്റംസ് ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടു, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കണ്ടു, ഡാൾട്ടന്റെ അറ്റോമിക് തിയറി കണ്ടു. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, അതായത് അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കടക്കുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഇത് വളരെ ലെന്തി പ്രപ്പോസിഷൻ ആയി പോകും.
ഹോപ്പ് യു ആർ എൻജോയിങ് ദ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതുകൂടി ചോദിക്കാം. ചാനലിൽ ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ക്ലാസ് 10, +1, +2 ടോപ്പിക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ അതെല്ലാം ചെക്ക്ഔട്ട് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.